ഡിയർ ഫ്രണ്ട്സ്, ഞാൻ രാജീവൻ. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ വരുന്ന വിഷയം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിവരത്തെ പറ്റിയാണ്. നമ്മുടെ വണ്ടികളൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് മിക്ക ആളുകളും RC ട്രാൻസ്ഫർ ആക്കാൻ RT ഓഫീസിൽ കൊടുക്കും. RT ഓഫീസ് കൊടുത്തതിന് ശേഷം പിന്നീട് ഇൻഷുറൻസ് കമ്പനിയെ ബന്ധപ്പെടുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യില്ല. അങ്ങനെ എൻ്റെ ഒരു കസ്റ്റമർക്ക് പറ്റിയൊരു അബദ്ധത്തെ പറ്റിയുള്ള ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇന്നോവ ക്രിസ്റ്റ ആയിരുന്നു. പുതിയ വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയായിരുന്നു അദ്ദേഹം. ഏകദേശം 2 കൊല്ലം പഴക്കമുള്ള വണ്ടിയായിരുന്നു. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം, 10-26 ലക്ഷം രൂപ ചിലവുള്ള വണ്ടിയായിരിക്കും വണ്ടി. അപ്പോൾ ആ വണ്ടി ബാംഗ്ലൂർ വെച്ചിട്ട് അപകടം സംഭവിക്കുകയും ഏകദേശം 18 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന പണിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇൻഷുറൻസ് പോളിസിയും RCയും എല്ലാം കൂടി എൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെട്ട് തന്നപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് ഇൻഷുറൻസ് പേപ്പർ മറ്റൊരാളുടെ പേരിലും RC ഇദ്ദേഹത്തിൻ്റെ പേരിലുമാണ് ഉണ്ടായത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് RC ട്രാൻസ്ഫർ ആക്കിയ സമയത്ത് ഇൻഷുറൻസ് ട്രാൻസ്ഫർ ആക്കാൻ വരായിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരോ തെറ്റിദ്ധരിപ്പിച്ചു കൊടുത്തത് RC ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇൻഷുറൻസും ട്രാൻസ്ഫർ ആവും എന്ന നിലയിൽ അദ്ദേഹം അതുകൊണ്ടായിരുന്നു ഞങ്ങളൊരു ബന്ധപ്പെടാത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ട് 10 പൈസ കമ്പനിയിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആകെ വല്ലാണ്ട് ബുദ്ധിമുട്ടായി. കാരണം 18 ലക്ഷം രൂപയോളം ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണല്ലോ. അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റാത്തൊരു നഷ്ടമായിരുന്നു ആ നഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുന്ന സമയത്ത് RT ഓഫീസിൽ പേപ്പർ കൊടുത്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ ബന്ധപ്പെട്ട് RC നിങ്ങൾ ട്രാൻസ്ഫർ ആക്കാൻ വരണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം 14 ദിവസം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും കഴിയുന്നതും വേഗത്തിൽ തന്നെ RC ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇത്തരം അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങളെ വണ്ടിക്ക് വെറുതെ പ്രീമിയം അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് RC മാറി കഴിഞ്ഞതിന് ശേഷം 14 ദിവസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ ആ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഒരിക്കൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരെ പങ്കുവെക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ 9447 373 383. ഓക്കെ, താങ്ക് യു.